ലോഗോസ് ക്വിസ് 2025 എഫേസോസ് അധ്യായം 1 മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ. അഭിവാദനങ്ങൾ. ക്രിസ്തു മഹോന്നതൻ. ചോദ്യം 2. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? ഉത്തരം 23. ചോദ്യം 3. എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് എന്ന് എവിടെ വെച്ചാണെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം AD 58-നും 60-നും ഇടയ്ക്ക് റോമായിൽ. ചോദ്യം 4. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ചോദ്യം 5. ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കാണ് എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതിയത്? ഉത്തരം എഫേസസിലുള്ള വിശുദ്ധർക്ക്. ചോദ്യം 6. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് എങ്ങനെയാണ് അവരെ ആശംസിക്കുന്നത്? ഉത്തരം നിങ്ങൾക്ക് കൃപയും സമാധാനവും. ചോദ്യം 7. പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് എന്തിനാലാണെന്നാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്? ഉത്തരം സ്വർഗീയ എല്ലാ ആത്മീയ വരങ്ങളാലും. ചോദ്യം 8. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് നമ്മെ അവിടുന്ന് തിരഞ്ഞെടുത്തത്? ഉത്തരം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. ചോദ്യം 9. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രനായി ദത്തെടുക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് എന്തനുസരിച്ചിട്ടാണ്? ഉത്തരം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച്. ചോദ്യം 10. പിതാവായ ദൈവം യേശു ക്രിസ്തു വഴി നമ്മെ ദത്തെടുക്കണമെന്ന് നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. ചോദ്യം 11. പിതാവായ ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ എന്തൊക്കെ കൈവന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹാ രേഖപ്പെടുത്തുന്നത്? ഉത്തരം പാപമോചനവും രക്തം വഴി രക്ഷയും. ചോദ്യം 12. പിതാവായ ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ശ്ലീഹ ഈ കൃപ എപ്രകാരം നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്? ഉത്തരം ജ്ഞാനത്തിലും വിവേകത്തിലും. ചോദ്യം 13. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തൻ്റെ പദ്ധതിയുടെ രഹസ്യം. ചോദ്യം 14. തൻ്റെ പദ്ധതിയുടെ രഹസ്യം പിതാവായ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ എവിടെയുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള. ചോദ്യം 15. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് എന്തു ചെയ്തു എന്നാണ് ലേഖകൻ വ്യക്തമാക്കുന്നത്? ഉത്തരം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ചോദ്യം 16. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച് നാം എങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന്. ചോദ്യം 17. രക്ഷയുടെ സദ്വാർത്തയായി എന്തിനെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസസ് 1:13 വിശേഷിപ്പിക്കുന്നത്?
ഉത്തരം സത്യത്തിൻ്റെ വചനം. ചോദ്യം 18. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന് അച്ചാരമാണ് ഈ ഡാഷ്. പൂരിപ്പിക്കുക. ഉത്തരം പരിശുദ്ധാത്മാവ്. ചോദ്യം 19. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ ഡാഷ് എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഡാഷ് കുറിച്ചും കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളെ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസത്തെയും സ്നേഹത്തെയും. ചോദ്യം 20. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് വിശുദ്ധ പൗലോസ് ആശംസിക്കുന്നത് എന്താണ്? ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. ചോദ്യം 21. വിശുദ്ധർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്? ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി. ചോദ്യം 22. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് അവിടുത്തെ പ്രഭാവപൂർണമായ പ്രവർത്തനാനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്തെന്നാണ് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നത്? ഉത്തരം അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത. ചോദ്യം 23. എഫേസോസ് 1:20 സമാനമായ പഴയ നിയമവാക്യം. ഉത്തരം സങ്കീർത്തനം 10:1. ചോദ്യം 24. ഡാഷ് അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. ഉത്തരം സഭ. ചോദ്യം 25. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. അധ്യായം, വാക്യം. ഉത്തരം എഫേസോസ് 1:23.